നമ്മുടെ പുതിയ ഗവർണർ ആർലേക്കറിനെ കുറിച്ച് ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഫയലുകളെല്ലാം നേരിട്ട് വിശദമായി പരിശോധിക്കുകയും ചിലതെല്ലാം കുറിപ്പെഴുതുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും തീരുമാനങ്ങൾക്ക് ആധാരമായി ഫയലുകളും യോഗങ്ങളുടെ മിനിറ്റ്സും അടക്കം വിളിച്ചുവരുത്തി പരിശോധിക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാരും സർവകലാശാലകളും അയക്കുന്ന ഫയലുകളിൽ തീരുമാനമെടുക്കുന്നത്. രാവിലെ 10:30 കൃത്യമായി തന്നെ ഓഫീസിലെത്തും. വൈകിട്ട് 5:30 വരെയും ചില ദിവസങ്ങളിൽ രാത്രി വൈകിയും ഓഫീസിൽ തുടരാറുണ്ട്. രാവിലെ 10 മുതലും ഉച്ചയ്ക്ക് 3:30 മുതലും സന്ദർശകരെയും കാണും. ബീഹാറിലും ഹിമാചൽ പ്രദേശിലും ഗവർണർ ആയിരുന്നപ്പോഴും ഇതേ രീതി തന്നെയാണ് തുടർന്നിരുന്നത്. ജുഡീഷ്യൽ ഓഫീസർമാരുടെ നിയമനം, തടവുകാരുടെ ശിക്ഷയിലെ ഇളവ് എന്നിവ പരിഗണിച്ചപ്പോൾ അതിന്റെ എല്ലാ ഫയലുകളും കാണണമെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു. തുടർന്ന് ഫയലുകൾ എത്തിച്ചു. സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ അധികാരിയായ ഗവർണറാണ് നിയമനങ്ങൾക്ക് അനുമതി നൽകേണ്ടത്. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളുടെ സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വെള്ളിയാഴ്ച ഓപ്പൺ സർവകലാശാലയുടെ സെനറ്റിൽ അധ്യക്ഷനായി. 18-ന് MG സർവകലാശാല സന്ദർശിക്കും. കേരളയിലെ സെനറ്റിലും പങ്കെടുക്കുന്നുണ്ട്. ബീഹാറിൽ 20 സർവകലാശാലകളുടെ സെനറ്റ് യോഗങ്ങളിൽ പലവട്ടം പങ്കെടുത്തിട്ടുണ്ടെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മാത്രമല്ല അക്കാഡമിക് കാര്യങ്ങൾക്കായും സെനറ്റ് യോഗം ചേരണമെന്നും എല്ലായിടത്തും ബിരുദാനന്തര ചടങ്ങ് നടത്തണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ, മന്ത്രിസഭ അടക്കമുള്ളവർ തീരുമാനമെടുത്ത ഒരു പ്രധാന കാര്യത്തിന് ഇനി ഗവർണറുടെ ഒപ്പ് വേണ്ടിവരും. ആ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. സർക്കാരിന്റെ ശുപാർശകളൊന്നും ഇതുവരെ ഗവർണർ നിരസിച്ചിട്ടില്ല. കാരണവർ കേസിലെ ഷെറിനെ അടക്കം 2 വനിതാ തടവുകാരെ മോചിപ്പിക്കാനുള്ള ശുപാർശയിൽ തീരുമാനം പക്ഷേ ഇതുവരെയും എടുത്തിട്ടില്ല. തടവുകാരെ മോചിപ്പിക്കാൻ ആവശ്യമായ എല്ലാ റിപ്പോർട്ടുകളും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള അപേക്ഷയും പരിഗണനയിലാണ്. ഫയലുകളിലേറെയും സർവകലാശാലകളിൽ നിന്നാണ്. പ്രധാന തീരുമാനങ്ങളെല്ലാം ചാൻസലർ അംഗീകരിക്കേണ്ടതിനാലാണ് ഇത്. സർക്കാർ തീരുമാനമടക്കം ഗവർണറെ അറിയിക്കാറുണ്ട്. ബില്ലുകളെക്കുറിച്ചും സഭാ ചേരലിനെക്കുറിച്ചും അത് അവസാനിപ്പിക്കുവാനും ബഡ്ജറ്റിനെ കുറിച്ചുമുള്ള ഫയലുകൾ നിയമസഭയിൽ നിന്നും അയക്കും. മാത്രമല്ല, ഇപ്പോൾ രാജ്യസഭയിലെത്തുന്നവർക്ക് ഒരു ഉപഹാരവും ഗവർണർ കാത്തുവെക്കുന്നുണ്ട്. രാജ്യസഭയിലെത്തുന്ന മന്ത്രിമാർ, VIP-കൾ എന്നിവർക്കെല്ലാം തന്നോടൊപ്പമുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഉപഹാരമായി ഗവർണർ നൽകും. കഴിഞ്ഞ ദിവസം മന്ത്രിമാരായ R. ബിന്ദു, P. രാജീവ് എന്നിവർക്കും ഇന്നലെ സ്പീക്കർ കുടുംബസമേതം കാണാനെത്തിയപ്പോഴും ചിത്രം സമ്മാനിച്ചിരുന്നു. തത്സമയം പ്രിന്റ് എടുക്കാൻ കാനോൺ കമ്പനിയുടെ പ്രിന്റർ വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഫ്രെയിമും കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷവും ഗവർണർ എല്ലായ്പ്പോഴും പങ്കുവെക്കാറുമുണ്ട്. എന്തായാലും അദ്ദേഹം ഇതിനു മുൻപ് ഇരുന്ന ബീഹാറിലടക്കം എങ്ങനെയാണോ അദ്ദേഹം ഒരു ഗവർണറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്, അതേ രീതിയിൽ തന്നെ രാജ്ഭവനിൽ വന്നിരുന്ന് അവിടുത്തെ സുഖലോലുപമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ആഘോഷിച്ച് ഒന്നും മിണ്ടാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്ലെങ്കിൽ നിയമസഭയും ഒക്കെ തന്നെ പാസ്സാക്കുന്ന ബില്ലിൽ ഒന്നും മിണ്ടാതെ ഒപ്പിട്ട് പോകുന്ന സർക്കാരിന്റെ ഒരു സ്റ്റാമ്പായിട്ട് മാറാൻ തൽക്കാലം ഏതായാലും ആർലേക്കറും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാർത്തകൾ.